നമസ്കാരം. ഇന്ന് കുറേ പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. തേർഡ് മോളാർ അഥവാ വിസ്ഡം ടൂത്ത് അഥവാ മൂന്നാമത്തെ അണപ്പല്ല്, അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമാണ് ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. മൂന്നാമത്തെ അണപ്പല്ല് കുറെ പേർക്ക് ഇറപ്റ്റ് ആവും, കുറെ പേർക്ക് ഇറപ്റ്റ് ആവില്ല. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരാനില്ല. നമുക്ക് 4 ഭാഗത്തേക്കും ഇതേപോലെ അണപ്പല്ല് നിൽക്കാം. അത് ഇറപ്റ്റായി, നോർമലായിട്ട് ഇറപ്റ്റായി, കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ഇനി ചില ആൾക്കാർക്ക്, ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെ ചെരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരാം. ചില ആൾക്കാർക്ക് പല്ല് പുറത്തേക്ക് വരുന്നത് ആ ഫ്ലാപ്പ് അഥവാ ഗംസ്, അതിന്റെ മേലെയുള്ള ഗംസ് ഉണ്ടാവില്ലേ, അത് ചിലപ്പോൾ പൊട്ടി വരണമെന്നില്ല. പെരികൊറോണൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സംഭവം വരാൻ ചാൻസ് ഉണ്ട്. അതെന്താന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞില്ലേ ഈ ഗംസ് പൊട്ടി വരണമെന്നില്ലാന്ന്, ആ ഭാഗത്തേക്കൊക്കെ ഭക്ഷണമൊക്കെ ലോഡ്ജായിട്ട് ഭക്ഷണമൊക്കെ തങ്ങി നിന്നിട്ട് നമുക്ക് ബ്രഷ് ഒക്കെ തേക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ ആ ഭാഗത്തേക്ക് ഒരു വേദന ഉള്ളത് കാരണം തന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കുകയില്ല, ബ്രഷും ചെയ്യില്ല, ആ ഭാഗത്തേക്ക് ഒട്ട് ഫുഡും കഴിക്കില്ല, ആ ഭാഗം അങ്ങനെ തന്നെ വെച്ചോണ്ടിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ആ ഗംസ് അങ്ങ് പൊട്ടി വരില്ല. അപ്പൊ ആ ഭാഗത്തേക്കൊക്കെ ഭക്ഷണം നിറഞ്ഞ അവിടെ ആസിഡ് ഒക്കെ ഫോമായി ആ പല്ലിന് കേട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കേടുവരുമ്പോ എന്ത് സംഭവിക്കും? അതിന്റെ മുന്നിലത്തെ അഥവാ രണ്ടാമത്തെ അണപ്പല്ലിന് ഈ കേട് ബാധിച്ചിട്ട് അതിന്റെ റൂട്ട്സിലേക്കൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെറിയൊരു കാര്യമേ ഉള്ളൂ, ആ ഗംസ് ഒന്ന് വിടിയിച്ചു തരും ഡോക്ടർ. അപ്പൊ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ആ സോൾവ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും പിന്നെ വരാം. എന്നുവെച്ചാൽ മുന്നിലത്തെ അണപ്പല്ലിനും ഒക്കെ ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഈ പല്ല് പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ തിരിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇറപ്റ്റ് ആവില്ലല്ലോ. അങ്ങനെ ഇറപ്റ്റ് ആവാത്തതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വേറെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഈ പല്ലിന്റെ പ്രഷർ കാരണം മുന്നിലത്തെ അണപ്പല്ലിന് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആ ഭാഗത്തേക്ക് വേദന, ആ പേശികൾക്കൊക്കെ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്, മോണയിറക്കം വരാൻ ചാൻസ് ഉണ്ട്, ആ ബോണിന് തന്നെ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ ഈ ഭാഗം മൊത്തം, ഏത് ഭാഗത്താണ് എഫക്ട് ആയത് ആ ഭാഗം മൊത്തം വേദന എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇനി എന്തെങ്കിലും കേട് വന്നു, ഈ പല്ലെടുത്ത് കളഞ്ഞു എന്ന് വിചാരിക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. നമ്മുടെ നോർമൽ അണപ്പല്ലിന്റെ അത്രയും സൈസ് പോലും ഇല്ലാത്ത വളരെ ഒരു കുഞ്ഞി പല്ലാണിത്. അതെടുത്ത് കളഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതവിടെ ഇരുന്നുകൊണ്ടും പ്രശ്നമില്ല. അതിനി എടുത്ത് കളഞ്ഞാലും ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഇല്ല. നമുക്ക് കേട് വന്ന ആ പല്ല് അങ്ങനെ തന്നെ വെച്ചോണ്ടിരിക്കാന്ന് വിചാരിക്കാം. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം? നേരത്തെ പറഞ്ഞ പോലെ ആ ഭാഗത്തേക്കൊക്കെ ഭക്ഷണമൊക്കെ ലോഡ്ജായിട്ട് നമുക്ക് ചിലപ്പം ചില ആൾക്കാർക്ക് അത്ര ഇമ്മ്യൂണിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവർക്കൊക്കെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് പ്രശ്നം വരാം, ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ കിഡ്നി പ്രോബ്ലംസ് ചിലപ്പോൾ വരാം. പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിലൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊരു വളരെ ചെറിയ വീഡിയോ ആണ്. മാക്സിമം എനിക്ക് പറയാൻ പറ്റുന്ന അത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.